ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ 3ാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഏതൊക്കെ ദിവസങ്ങളിലാണ് ജോയിൻ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ഈ 3ാം അലോട്ട്മെൻറ്റ് ബാധകം എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 3ാം അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് നേരത്തെ നിങ്ങൾ പരിശോധിച്ച അതേ വെബ്സൈറ്റിലൂടെ admission.dge.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ HSCAP എന്നുള്ള വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങളുടെ കയ്യിൽ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഉണ്ട്. നിങ്ങളുടെ ജില്ല കൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറിയിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി 3 ദിവസങ്ങളാണ് നിങ്ങൾക്ക് ഈ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക. ജൂൺ 19, 20, 21 ദിവസങ്ങളിലാണ് ഇതിൻ്റെ പ്രവേശനം നേടേണ്ടത്. ആർക്കൊക്കെയാണ് ഇത് ബാധകം എന്നുള്ളതാണ്. നേരത്തെ 1ാം ഘട്ട അലോട്ട്മെൻറ്റിലും 2ാം അലോട്ട്മെൻറ്റിലും നിങ്ങൾ സ്ഥിരപ്രവേശനം നേടിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് ബാധകമല്ല. സ്ഥിരപ്രവേശനം നേടിയിട്ടുള്ള പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ 24-ാം തീയതി +1 ക്ലാസ്സിലേക്ക് ഹാജരായാൽ മതി എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ താൽക്കാലികമായിട്ട് നേരത്തെ ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഈ 3ാം അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അവസാന ഘട്ട അലോട്ട്മെന്റ് ആണ്. അപ്പോൾ ഈ അവസാന അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയത്, ചിലപ്പോൾ നേരത്തെ കിട്ടിയ അതേ സ്ഥലത്ത് തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നേരത്തെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് നിങ്ങൾ ചേർന്നിട്ടുള്ള അതേ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ലഭിച്ചിട്ട് ഉണ്ടാവാം. എങ്ങനെയായാലും നിങ്ങൾ സ്ഥിരപ്രവേശനം നേടിയിരിക്കണം. നേരത്തെ ടെമ്പററി എടുത്ത സ്കൂളിലാണെങ്കിൽ നിങ്ങൾ പോയി ഫീസ് അടച്ചുകൊണ്ട് സ്ഥിരപ്രവേശനം ഈ അലോട്ട്മെന്റിനകത്ത് നേടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് അവസാന അലോട്ട്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ താൽക്കാലിക അഡ്മിഷൻ ഇല്ല, പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഈ 3ാം ഘട്ട അലോട്ട്മെന്റിനകത്ത് ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കണം. ഇനി മറ്റൊന്ന്, ഇതുവരെ ആദ്യ അലോട്ട്മെന്റിലും 2ാം അലോട്ട്മെന്റിലും പ്രവേശനം കിട്ടാത്ത, അലോട്ട്മെന്റ് ലിസ്റ്റിനകത്ത് വരാത്ത കുട്ടികൾ ഇപ്പോൾ പ്രവേശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും ഈ കിട്ടിയ സ്കൂളിനകത്ത് സ്ഥിരപ്രവേശനം നേടണം എന്നുള്ളതാണ്. അതായത് എങ്ങനെയായാലും സ്ഥിരപ്രവേശനം എന്നുള്ളതാണ് ഈ 3ാം അലോട്ട്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ്. അപ്പോൾ 2 തരത്തിലുള്ള കുട്ടികളാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നേരത്തെ താൽക്കാലികമായിട്ട് ചേർന്ന കുട്ടികൾ, ചിലപ്പോൾ അവർക്ക് ഹയർ ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതേ സ്കൂളിൽ തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക, അവരും സ്ഥിരപ്രവേശനം നേടണം. നേരത്തെ അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ ഇപ്പോൾ പുതിയതായിട്ട് 3ാം ഘട്ടത്തിൽ അവർ ലിസ്റ്റിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരും സ്ഥിരപ്രവേശനം നേടിയിരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ പ്രവേശനം കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ച്, അതായത് 2 അലോട്ട്മെന്റിന് ശേഷവും നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതായത് നേരത്തെ അപേക്ഷ സമർപ്പിക്കാത്ത കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഒപ്പം നേരത്തെ അപേക്ഷ സമർപ്പിച്ചിട്ട് ലഭിക്കാത്ത കുട്ടികൾക്ക് അപേക്ഷ പുതുക്കാം. 3ാമത്തെ കാര്യം, നേരത്തെ അപേക്ഷ കൊടുത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുള്ള കുട്ടികൾക്ക് പ്രവേശനം അങ്ങനെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ തെറ്റുകൾ തിരുത്തി കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കാനുള്ള അവസരം കൂടിയുണ്ട്. അപ്പം 3 തരത്തിലുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് കൊടുക്കാം. ഒന്ന്, നേരത്തെ ലഭിക്കാത്ത, എവിടെയും ലഭിക്കാത്ത, കൊടുത്തിട്ട് ലഭിക്കാത്ത കുട്ടികൾക്ക് പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നവർക്ക്, അതുപോലെ തന്നെ അപേക്ഷയിൽ തെറ്റുകൾ ഉണ്ടായിട്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് സപ്ലിമെന്ററിയിലൂടെ കുട്ടികൾ അതിനകത്ത് വേവലാതി വേണ്ട, കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സപ്ലിമെന്റ് കിട്ടാത്ത കുട്ടികൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള കുട്ടികൾ, പ്രവേശനം ലഭിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുന്നു, താൽക്കാലിക പ്രവേശനം ഇനിയില്ല. 3ാം അലോട്ട്മെന്റിൽ സ്ഥിരപ്രവേശനം എന്നുള്ളതാണ് 3ാം അലോട്ട്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് വീഡിയോ നമുക്ക് അടുത്ത ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.